ഓട്ടിസത്തെ ഓടിക്കുന്ന ഓർമ്മശക്തി പ്രകടിപ്പിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് പാനൂർ ചമ്പാട്ടെ മുഹമ്മദ് സമാൻ. 2-ാം വയസ്സ് മുതൽ കൂടെ കൂട്ടിയ ഓട്ടിസം ഇപ്പോൾ മുഹമ്മദ് സമാന് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പറയാം. എല്ലാം തികഞ്ഞവരെന്ന് നടിക്കുന്ന നമുക്കില്ലാത്ത കഴിവുകൾ ഈ മിടുക്കനിൽ സമ്മേളിച്ചു കാണുമ്പോൾ ഇവന്റെ മാതാപിതാക്കൾക്കൊപ്പം നമുക്കും സന്തോഷിക്കാതെ വയ്യ. പാനൂർ ചെമ്പാടിലുള്ള മുഹമ്മദ് സമാൻ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല, ആളൊരു പുലിയാണ്. നമ്മളിൽ പലർക്കും ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളാണ് ഈ 9 വയസ്സുകാരൻ ചെയ്യുന്നത്. നമുക്ക് കുട്ടിയുടെ വിശേഷങ്ങൾ അറിയാം. വിവിധ രാജ്യങ്ങളുടെ ദേശീയ പതാകകളുടെ ചിത്രങ്ങൾ കണ്ടാൽ അത് ഏത് രാജ്യത്തിൻ്റെതാണെന്ന് മുഹമ്മദ് സമാൻ നൊടിയിടയിൽ പറയും. ഇത് മാത്രമല്ല കേട്ടോ, പ്രമുഖ ബ്രാൻഡുകളുടെ എംബ്ലങ്ങളും ഈ മിടുക്കന് മനപ്പാടമാണ്. വൻകരകളുടെ ചിത്രങ്ങൾ കാട്ടിക്കൊടുത്താൽ അത് ഏത് വൻകരയാണെന്ന് മുഹമ്മദ് സമാൻ നിസ്സംശയം പറയും. ഇന്ത്യ, ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ്, നോർവേ, ഐസ്ലാൻഡ്, സ്പെയിൻ, Canada, Argentina, Chile, Egypt, Mexico, Red Bull, Spotify, Pepsi, Snapchat, Gatorade, Xbox, Starbucks. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓളം ചെന്നൊരു പള്ളിക്കുടമുണ്ട്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട്, പുന്നപ്പുഴയുടെ ഓളം ചെന്നൊരു പള്ളിക്കുടമുണ്ട്. പൂവുട മഞ്ഞൾ അലിഞ്ഞൊടുങ്ങി നിറഞ്ഞു നിൽക്കുന്ന നാടിനുയരാൻ നൽകി മധുരം പകർന്നു നൽകാനാ, നാടിനുയരാൻ നൽകും മധുരം പകർന്നു നൽകാനാ. ഓട്ടിസം ബാധിതനാണെന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടക്കുന്നതാണ് മുഹമ്മദ് സമാന്റെ ഈ കഴിവുകൾ. മുഹമ്മദ് നിയാസ് തനൂജ ദമ്പതികളുടെ മകനാണ് ബാബിന്റെ പറമ്പ LP സ്കൂളിലെ 4-ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് സമാൻ. 2 വയസ്സിനു ശേഷമാണ് കുട്ടിക്ക് ഓട്ടിസമാണെന്ന് മനസ്സിലാക്കിയത്. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മുഹൂർത്തവും ഈ മാതാവിന് നല്ല നിശ്ചയമുണ്ട്. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം 2 വയസ്സാവുന്ന സമയത്താണ് ഇവനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളത് മനസ്സിലാവുന്നത്. അപ്പം അന്ന് ഇവനെ ഒരേ ഇരുത്തം നോക്കിയിട്ട് മേലോട്ട് നോക്കിയിട്ട് ഒരേ ഇരുത്തം ഇരിക്കുക. അപ്പം അന്ന് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഇവനുണ്ട് എന്നുള്ള. അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ ഡോക്ടർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഓട്ടിസത്തിൻ്റെ ഒരു ഇതാണുള്ളതെന്ന് പറഞ്ഞ്. അങ്ങനെ അതിന് ശേഷം കുട്ടീനെ തെറാപ്പിക്ക് കൊണ്ടുപോയി. ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്, തെറാപ്പിക്ക് ഇപ്പം കൊണ്ടുപോകുന്നുണ്ട്. അതിന് ശേഷം പിന്നെ സ്കൂള് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളാണ്. പിന്നെ അപ്പോൾ ടീച്ചറോട് ഞാൻ സംഭവം ചോദിച്ച് ഇങ്ങനത്തെ ഒരു കുട്ടിയാണ്, നിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ എന്താന്ന്. കാരണം സാധാരണ സ്കൂളാകുമ്പോൾ കുട്ടിക്ക് അവർക്ക് അവരുടേതായ ഇതുണ്ടാവുമല്ലോ, ഈ കുട്ടീനെ നോക്കണമെമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു പ്രശ്നമില്ല, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറഞ്ഞു. ഇത് കുട്ടീനെ അയക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, ബാത്റൂമിൽ പോകണമെന്നുള്ള കാര്യം വരെ പറയുന്നത് കുട്ടി പറയൂല. പക്ഷെ അതുവരെ ആ ടീച്ചർമാർ അത്രയും ഇത് ചെയ്തിട്ട് കുട്ടീൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി കുട്ടീനെ പടിപടിയായി എൻ്റെ കൂടെ തന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് ഈ സമയം വരെ ഇവരെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇനിയും അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് ഇനിയും എത്തിക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത്. ഇപ്പോൾ ഫോണ് കിട്ടിയാലും എന്ത് കിട്ടിക്കഴിഞ്ഞാലും വേൾഡ് മാപ്പ് എടുക്കുക, അതിങ്ങനെ സെർച്ച് ചെയ്യുക, അതവേ നോക്കുക, അങ്ങനെ നോക്കുക ഇതാക്കുക. അപ്പോൾ ഞാൻ അവർക്കും ഇതിൻ്റെ ഇതായിരിക്കില്ല, അവൻ്റെ ഇഷ്ടത്തിലേക്ക് വിട്ട് പിന്നെ നോക്കുമ്പോൾ ഈ ഫ്ലാഗിൻ്റെത് വേൾഡ് ഫ്ലാഗിൻ്റെതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞത്. ഓനക്ക് കുറേ ഫ്ലാഗ്സിൻ്റെ നെയിം അറിയാം, ലോഗോസിൻ്റെ എല്ലാം നെയിം അറിയാം. ഓനെല്ലാം കണ്ടിട്ടാണ് പഠിക്കുന്നത്. സ്കൂളിൽ ഞാനാ കൈ പിടിച്ചോണ്ട് വരാം, ഓനക്ക് അങ്ങനെ അറിയില്ല. ഇവനിപ്പോൾ കുപ്പി എടുത്തില്ലെങ്കിൽ ഞാൻ ആ സ്കൂളിൽ നിന്ന് കുപ്പിയിൽ വെള്ളം ഇട്ടെടുക്കല്, ബുക്കാട്ടം മറന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി ബുക്ക് എടുത്ത് കൊടുക്കല്, അങ്ങനെയല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ. 125ഓളം പ്രമുഖ ബ്രാൻഡുകളുടെ പേരുകളും 180ഓളം രാജ്യങ്ങളുടെ ദേശീയ പതാകകളും മനപ്പാടമാക്കിയ ഈ പ്രതിഭ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ അഭിമാനമാണ്. ഇവൻ നമ്മളെ സ്കൂളിൻ്റെ കണ്ണിലുണ്ണിയാണ്. നമ്മളടുത്ത് വരുമ്പോൾ ഒരു 3.5 വയസ്സിൽ അങ്ങനെയാണ് നമ്മളടുത്ത് വരുന്നത്. അപ്പോൾ ശ്വേത ടീച്ചറായിരുന്നു LKG ക്ലാസ് കൈകാര്യം ചെയ്തത്. 1-ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ
ചന്ദ്രനൊന്നും അവനെ അറിയില്ല. ജസ്റ്റ് പിന്നെ എന്താ പറയുക, വരിക പോവാന്നല്ലാതെ വേറൊന്നും അറിയാത്തൊരു സമയമായിരുന്നു. പിന്നെ നമ്മൾ 1ാം ക്ലാസ്സിൽ കളികളിലൂടെയുള്ള പഠനത്തിലേക്ക് ആരംഭിച്ചപ്പോൾ അതിലെ ഒരു ജഗ്ഗു ആനേൻ്റെ ഒരു കഥയുണ്ടായിരുന്നു. അപ്പോൾ ആ ജഗ്ഗു ആനേനെ ആ ആനേനെയാണ് ഇവൻ ആദ്യം ഇഷ്ടപ്പെട്ടിട്ട് ജഗ്ഗു അല്ലേ ടീച്ചറെ, പിന്നെ അങ്ങനെ പറയും. ഞാനിങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കും ഇങ്ങനെ ചുമരിൽ. അപ്പോൾ അത് നമ്മൾ ജഗ്ഗു അല്ലേ, ഇത് ജഗ്ഗു എന്നല്ലേ വായിക്കുക അങ്ങനെ. പിന്നെ നോക്കുമ്പോൾ ഒരു ദിവസം ബോർഡിൽ സവിജ എന്നെഴുതി, സാ എന്ന് മലയാളത്തിൽ, വി എന്ന് ഇംഗ്ലീഷിൽ, പിന്നെ ജഗ്ഗു ആനേൻ്റെ ജാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജായും, എൻ്റെ പേരിലെ ജായും. അങ്ങനെ അന്ന് ആദ്യമായിട്ട് മലയാളം എഴുതിയത് അന്നാണ്. അവൻ്റെ ആ കഴിവിനനുസരിച്ച് നല്ല ഉയർച്ച അവനുണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി കൂടുതലും അവന് കഴിവ് ഇംഗ്ലീഷിലാണ്. നമ്മൾ ക്വിസ് കോമ്പറ്റീഷനിൽ നടത്തുമ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും ആരും പറയാത്തതിൻ്റെ ആൻസറിൽ അവന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു കഴിവ് ഇവനുണ്ട്, ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിലും ഒരു എക്സ്ട്രാ കഴിവുണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞു. ഓട്ടിസം എന്ന് കേട്ടാൽ പലർക്കും കുറവുകളാണ് ആദ്യം മനസ്സിൽ വരുന്നത്. എന്നാൽ രക്ഷിതാക്കളും അധ്യാപകരും ഒപ്പം നിന്ന് നൽകിയ പിന്തുണയാണ് ഈ 9 വയസ്സുകാരനെ വ്യത്യസ്ത കഴിവുകളുള്ള പ്രതിഭയായി മാറ്റിയത്. ഞാൻ 2ാം ക്ലാസ്സിലാണ് സമൂനെ പഠിപ്പിച്ചത്. അപ്പോൾ സമൂനെ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവന് എന്ത് പറഞ്ഞാലും ഒറ്റ പ്രാവശ്യം വരണം. ഭയങ്കര മെമ്മറി പവറാണ് അവന്. അതുകൊണ്ട് ഇംഗ്ലീഷെല്ലാം ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോഴേക്കും പിന്നെ അവൻ തന്നെ ഏത് ടഫ് വേർഡാണെങ്കിലും അവൻ വായിച്ച് അതിൻ്റെ സ്പെല്ലിങ് പോലും ക്യാച്ച് ചെയ്യും. മറ്റുള്ള കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ഇവൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ഡിറ്റേഷൻ വേർഡ്സ് എല്ലാം ഫുള്ള് ശരിയാക്കി വെക്കും. അങ്ങനെ നല്ലൊരു മെമ്മറി പവർ ഓനുണ്ട്. അതുകൊണ്ടായിരിക്കും ഓൻ ഇങ്ങനെ ഒരു നിലയിൽ എത്തുന്നത് തന്നെ. പിന്നെ കുറച്ച് സമയം പഠിക്കാനിരിക്കും. ഒരു 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചറെ എനിക്ക് മതി അങ്ങനെ പറയും. പാഠഭാഗങ്ങളെല്ലാം വേഗം ക്യാച്ച് ചെയ്യെങ്കിലും കുറച്ച് സമയം ഒരു 2 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി. പിന്നെ നാളെയത്തത് ഓൻ പഠിക്കും. അത് മാത്സ് ആയാലും ഇംഗ്ലീഷ് മലയാളം ഏത് വിഷയമായാലും അങ്ങനെയാണ്. അവനെല്ലാ ഭാവുകങ്ങളും നല്ലൊരു നിലയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. നാസിയ, ഫാത്തിമ നിയ, മുഹമ്മദ് സായിദ് എന്നിവർ സഹോദരങ്ങളാണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്കുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് സമാൻ. ചെമ്പാടിൽ നിന്നും ക്യാമറാമാൻ രജിത്ത് വലിയപുരയോടൊപ്പം തേജസ്വിനി മാറോടി, ഗ്രാമിക ന്യൂസ്.